एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मूढत्वं संहरा देवी त्राहि मां शरणागतम्। ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. റിതം ഓഫ് ലവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ശ്ലോകം എല്ലാവരും പഠിച്ചെന്ന് കരുതുന്നു. ആദ്യം മുതലേ നമ്മൾ പറഞ്ഞു, ധൃതരാഷ്ട്രർ സഞ്ജയനിലൂടെയാണ് ഈ യുദ്ധഭൂമിയെ കാണുന്നത് എന്ന്. അപ്പോൾ ധൃതരാഷ്ട്രർ ചോദിച്ചു, അതാണ് നമ്മൾ ധൃതരാഷ്ട്ര ഉവാച എന്ന് തുടങ്ങിയത്. സഞ്ജയനോട് അദ്ദേഹം ചോദിക്കുകയാണ് യുദ്ധഭൂമിയിലെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇനി അതിനുള്ള മറുപടിയാണ് സഞ്ജയൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ ഉവാച. ഉവാച എന്നാൽ പറഞ്ഞു എന്നർത്ഥം. സഞ്ജയൻ പറഞ്ഞു. തഥാ അപ്പോൾ, രാജാവായ, ദുര്യോധനൻ വ്യൂഢം എന്ന് വ്യൂഹീകരിച്ച, പാണ്ഡവാനീകം പാണ്ഡവരുടെ സൈന്യത്തെ, ദൃഷ്ട്വാതു കണ്ടിട്ട്, ആചാര്യം ഉപസംഗമ്യ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട്, വചനം ഇപ്രകാരമുള്ള വാക്ക്, അബ്രവീത് പറഞ്ഞു. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡവപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ദുര്യോധനൻ ഇവിടെ മഹാരാജാവല്ല. യുദ്ധം കഴിഞ്ഞ് വിജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ മഹാരാജാവായി പ്രഖ്യാപിക്കുകയുള്ളൂ. പക്ഷേ അതിനു മുന്നേ തന്നെ താനാണ് മഹാരാജാവ് എന്ന് ധരിച്ചു വച്ചിരിക്കുകയാണ് ദുര്യോധനൻ. പാണ്ഡവരുടെ പക്ഷത്ത് 7 അക്ഷൗണിപ്പടയും കൗരവരുടെ പക്ഷത്ത് 11 അക്ഷൗണിപ്പടയുമാണ് ഉണ്ടായിരുന്നത്. കൗരവരുടെ പക്ഷത്താണ് കൂടുതൽ അക്ഷൗണിപ്പട ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ദുര്യോധനന് പാണ്ഡവ സൈന്യത്തെ കണ്ടപ്പോൾ വല്ലാത്ത ഭയം തോന്നി. അതുകൊണ്ട് രാജാവാണ് എന്ന് സ്വയം നടിച്ചിട്ട് പോലും തൻ്റെ ഈ ഭയത്തെ മറച്ചു വയ്ക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് ചെല്ലാതെ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ദ്രോണരുടെ അടുത്തേക്കാണ്, ആചാര്യനായ ദ്രോണരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. കാരണം ഭീഷ്മർ കൗരവരുടെ മാത്രമല്ല പാണ്ഡവരുടെയും മുത്തശ്ശനാണ്. അതുകൊണ്ട് തന്നെ ധർമ്മപാതയിലൂടെ സഞ്ചരിക്കുന്ന പാണ്ഡവരെ ഭീഷ്മർക്ക് വലിയ കാര്യമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അർജുനനോടായിരുന്നു. അർജുനനും അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പാണ്ഡവപക്ഷത്തോട് കുറച്ച് ചായ്വ് കാണിച്ച ഭീഷ്മരോട് കാര്യങ്ങളെക്കുറിച്ച് പറയാതെ ദുര്യോധനൻ നേരെ ദ്രോണരുടെ അരികിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ സഞ്ജയൻ പറയാണ്, ദുര്യോധനൻ ദ്രോണരുടെ അരികിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ആരോട്? ധൃതരാഷ്ട്രരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്ന് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പഠിക്കാം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സത്യത്തിൽ ഗീതോപദേശം തുടങ്ങുന്നത് 2ാമത്തെ അധ്യായം മുതലാണ്. ആദ്യത്തെ അധ്യായത്തിൽ ഈ സൈന്യവ്യൂഹത്തെക്കുറിച്ചും പാണ്ഡവരെക്കുറിച്ചും കൗരവരെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം 3ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.